നമുക്ക് നല്ലൊരു ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 150 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. പിന്നീട് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യമുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിരുമ്മി വെക്കാം. ഞാൻ ഇതിൻ്റെ അകത്തൊരു മാഗി ക്യൂബ്സും കൂടെ പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന് ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിടാവുള്ളൂ. പിന്നീട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനും അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം നമുക്ക് ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ തൈര് വേണം. അതിലേക്ക് നല്ല എരിവുള്ള 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവോള, ഒരു 1/2 ഇഞ്ച് മുഴുപ്പുള്ള ഇഞ്ചിയും 5-8 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഓരോ പിടുത്തം മല്ലിയിലയും പുതിനയിലയും, പിന്നീട് ഒരു ബൗളിൽ ഒരു പിടുത്തം കാഷ്യൂ നട്ട്സ് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം സഹിതം ഞാൻ അങ്ങ് ഒഴിക്കുക കേട്ടോ. പിന്നീട് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് കണക്കിന് അരച്ചെടുത്തുകൊണ്ട് വരിക കേട്ടോ. പിന്നെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരുന്ന മസാലേനെ നമുക്ക് നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗ്രീൻ മസാലയും കൂടെ നമുക്കിട്ട് അതും കൂടി ഒന്ന് തിരുമ്മി വെക്കുക. ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക 10 മിനിറ്റ് നേരം. പിന്നീട് നമുക്ക് ഒരു പാൻ എടുത്ത് ഒരു പാൻ എടുക്കുക. പാനിനെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും മതി കേട്ടോ. ബട്ടർ എടുത്ത് മെൽറ്റ് ചെയ്യുക. അതിലേക്ക് ബേ ലീവ്സും കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒരു 3-4 നമ്മുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് മതി കേട്ടോ. എല്ലാം കുറേശ്ശെ മതി. അതിൽ നന്നായിട്ട് ഇട്ടതിന് ശേഷം പിന്നെ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവോള മീഡിയം സൈസ് സവോളയാണ്. അതിലേക്ക് സവോള ഒത്തിരി വരണ്ട കേട്ടോ. ആ സവോളയും ഇടുക. പിന്നീട് നമുക്ക് മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മതി. മുളക് പൊടി എരിവ് കുറച്ചും കൂടെ വേണ്ടവർക്കാണെങ്കിൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആവാം. പിന്നീട് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനിട്ട് കുരുമുളക് പൊടി നന്നായിട്ട് ഇട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചെറു തീയിൽ പച്ചമണം മാറുന്നുണ്ടെന്ന് വരെ കാണിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തു. അതും ഒന്ന് ഇളക്കി പിന്നീട് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറു തീയിൽ ഒരു 3-4 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യമേ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. കാരണം അതിലേക്കായി സവോളയുടെയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അതിനുശേഷം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ചെറു തീയിലല്ല മീഡിയം സൈസ് ഫ്ലെയിമിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേനും നമുക്കൊരു കസൂരി മേത്തി ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ നമുക്ക് കസൂരി മേത്തിയും കൂടെ മുകളിലിട്ട് കൊടുക്കുക കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് തിന്നാൻ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.